എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി പറഞ്ഞ കുംഭമേള വൈറൽ താരം മൊണാലിസ ഭോസ്ലെയും ഭർത്താവ് മുഹമ്മദ് ഫർമാനും ഇന്നലെയാണ് തിരുവനന്തപുരം പൂവാർ ശ്രീ നയിനാർ ദേവക്ഷേത്രത്തിൽ വെച്ച് മൊണാലിസയുടെയും ഫർമാന്റെയും വിവാഹം നടന്നത്. തങ്ങളുടെ കല്യാണം ഹിന്ദു ആചാരപ്രകാരമാണ് നടന്നതെന്നും വീട്ടുകാർ തീരുമാനിച്ച കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നുവെന്നും ഇരുവരും വ്യക്തമാക്കി. എല്ലാ ആചാരങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. മലയാളത്തിലും സിനിമകൾ ചെയ്യുന്നുണ്ടെന്ന് മുഹമ്മദ് ഫർമാൻ പറഞ്ഞു. പ്രണയത്തിൽ മതം മാറണമെന്ന നിർബന്ധമില്ല. പ്രായപൂർത്തിയായില്ല എന്ന വാദങ്ങൾ തെറ്റെന്നും മൊണാലിസയുടെ ഭർത്താവ് ഫർമാൻ വ്യക്തമാക്കി. ആധാർ പ്രകാരം 18 വയസ്സ് തികഞ്ഞു. സർട്ടിഫിക്കറ്റുകളെല്ലാം അമ്പല കമ്മിറ്റി ഭാരവാഹികൾ പരിശോധിച്ചതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരവും 18 വയസ്സ് തികഞ്ഞു. കേസ്മാർട്ടിലൂടെ വിവാഹ സർട്ടിഫിക്കറ്റും ലഭിച്ചു. ലവ് ജിഹാദ് എന്ന പ്രചാരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഫർഹാൻ കൂട്ടിച്ചേർത്തു. जी जी लीगली ऑनलाइन क्या किया मतलब स्पेशल मैरिज एक्ट वो आप नहीं कर सकते ना मतलब उसके लिए 1 महीने का नोटिस देना चाहिए वो सब कुछ करना चाहिए तो नहीं अभी ये केरला सरकार की पॉलिसी है के स्मार्ट ऐप आप देख सकते हैं ऑनलाइन वो कर सकते हैं जी जी कौन सा एक्ट है उसमें मतलब लीगली आपने कौन सा तरीके से स्पेशल मैरिज एक्ट है ना हाँ आई थिंक वही जी 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 इसमें कोई कन्वर्टन ऐसा कुछ नहीं हाँ एड्रेस है ना हाँ एड्रेस है इधर हाँ एड्रेस है. കഴിഞ്ഞ 8 വർഷമായി തമിഴ്നാട്ടിലും കേരളത്തിലും സിനിമയുടെ ആവശ്യങ്ങൾക്കായി വരാറുണ്ട്. കേരളത്തിലെ ഒരു സിനിമാ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പരിചയപ്പെട്ടത്. തിരികെ പോകുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഫർമാൻ പറഞ്ഞു. ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല എന്ന രീതിയിൽ വരുന്ന വാർത്തകൾ തെറ്റാണ്. എല്ലാ ആചാരങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്നുവെന്നും ഫർമാൻ പറഞ്ഞു. കേരളത്തിൽ എല്ലാവരെയും മനുഷ്യരായി കാണുന്നു. അതാണ് കേരളത്തെ മികച്ചതാക്കുന്നത്. ഇത്രയും വലിയ രീതിയിൽ വിവാഹം നടക്കുമെന്ന് കരുതിയില്ല. മന്ത്രി വി ശിവൻകുട്ടിക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും ഫർമാനും മൊണാലിസയും പറഞ്ഞു. 6 മാസം നീണ്ട സംഭവബഹുലമായ പ്രണയത്തിനൊടുവിലാണ് മൊണാലിസ ഭോസ്ലെയുടെയും മുഹമ്മദ് ഫർമാന്റെയും പ്രണയത്തിന് സാക്ഷാത്കാരമായത്. മധ്യപ്രദേശിലെ ഇൻദോർ സ്വദേശിനിയാണ് മൊണാലിസ. ഫർമാൻ മഹാരാഷ്ട്ര സ്വദേശിയാണ്. പൂവാറിൽ നടക്കുന്ന സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും സഹായം തേടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പിതാവ് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നുവെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് മൊണാലിസ പോലീസിനെ സമീപിച്ചത്. ഇതര മതത്തിൽപ്പെട്ട യുവാവിനെ വിവാഹം ചെയ്യാൻ വീട്ടുകാർ അനുവദിക്കുന്നില്ല. പകരം ബന്ധുവായ മറ്റൊരാളുമായി വിവാഹത്തിനാണ് വീട്ടുകാർ ശ്രമിക്കുന്നതെന്നും മൊണാലിസ പോലീസിനോട് പറഞ്ഞിരുന്നു. പരാതിയിൽ ഇടപെട്ട പോലീസ് പെൺകുട്ടിയുടെ പിതാവ് ജയ്സിംഗ് ഭോസ്ലെയെയും സിനിമാ സംഘത്തെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഫർമാനെ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹം മൊണാലിസ ആവർത്തിച്ചതോടെയാണ് വിവാഹത്തിനുള്ള വഴി തുറന്നത്. സിനിമാ ഓഡീഷനിടെ ആദ്യ കൂടിക്കാഴ്ച, 6 മാസം നീണ്ട പ്രണയം. മൊണാലിസയുടെയും മുഹമ്മദ് ഫർമാന്റെയും പ്രണയകഥ ഒറ്റ രാത്രി കൊണ്ട് രാജ്യമാകെ പ്രശസ്തയായതുപോലെ തന്നെ അത്ഭുതകരമായ പ്രണയകഥയാണ് ഇരുവരുടെയും. മോഡലും സിനിമാ നടനുമാണ് മുഹമ്മദ് ഫർമാൻ. വൈറൽ താരമായതിന് പിന്നാലെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ മൊണാലിസയ്ക്ക് അവസരം ലഭിച്ചു. ഇതാണ് വഴിത്തിരിവായത്. ഒരു സിനിമാ ഓഡീഷനിടെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. അധികം വൈകാതെ ഇരുവർക്കുമിടയിൽ പ്രണയം. 6 മാസമായി തങ്ങൾ പ്രണയത്തിലാണെന്ന് ഫർമാൻ പറയുന്നു. 6 മാസത്തെ പ്രണയം 60 വർഷം പോലെയാണ് തനിക്ക് തോന്നിയതെന്നും അദ്ദേഹം പറഞ്ഞു. കൈലാഷ് നായകനാകുന്ന നാഗമ്മ എന്ന ചിത്രത്തിൽ മൊണാലിസ അഭിനയിച്ചിരുന്നു. പ്രയാഗ്രാജിലെ കുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് മൊണാലിസ ലോകശ്രദ്ധ നേടിയത്. താരത്തെ കാണാൻ വൻ ജനക്കൂട്ടം എത്തിയതോടെ കുംഭമേളയിലെ കച്ചവടം നിർത്തേണ്ടി വരികയും അച്ഛൻ മൊണാലിസയെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ താരത്തെ തേടി സിനിമാ അവസരങ്ങളും എത്തി. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പ്രമുഖ നടൻ രാജ്കുമാർ റാവുവിന്റെ സഹോദരൻ അമിത് റാവുവാണ് ചിത്രത്തിലെ നായകൻ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.